Hi guys, welcome to my YouTube channel. ഞാൻ ഇന്നൊരു ടെമു ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. ഞാൻ ടെമുന്ന് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം മേടിച്ചിട്ടുണ്ട്, പക്ഷേ 1-2 പ്രൊഡക്ട്സ് എന്തോ. അപ്പോൾ ഞാൻ ക്ലോത്ത്സ് ബാഗ് അങ്ങനെയുള്ളതൊന്നും മേടിച്ചില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് മേടിച്ച് നോക്കി. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ടെമു ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനാണ്. ഇവിടെ UK ഉള്ളവർക്കൊക്കെ അറിയുണ്ടാവും. UK അല്ല, കാനഡ, UAE അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. ജർമ്മനിയിലൊക്കെ ഉണ്ട്, വേറെ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ടെമു ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. നമുക്ക് യൂട്ടൻസിൽസ്, കിച്ചൺ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ടെമുന്ന് മേടിക്കുകയാണ്, ഭയങ്കര ചീപ്പാണ്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ല വലിയൊരു പാക്കറ്റാണ്, പക്ഷെ ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ അതിൽ കയറിയതാണ്. ഞാൻ അറിഞ്ഞൂടെ മറ്റേ റിയൽ വേഴ്സസ് റിയൽ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇതിന് വരുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ഞാനൊരു 15+ പ്രോഡക്റ്റ്സ് എന്തോ മേടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അൺബോക്സ് ചെയ്യാം. വൺ ബൈ വൺ ആയിട്ട് ഞാൻ കൂടുതൽ ഓർഡർ ചെയ്തത് കുറച്ച് ബാഗ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ വർക്കാവില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് മേടിച്ചത്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഇങ്ങനെയാണല്ലോ. തോന്നുന്നു വലിയ കുഴപ്പമില്ല എന്നാണ് കണ്ടത്. ഇതാണ് കുഴപ്പമില്ല കേട്ടോ, വേർത്താണ് ഐ തിങ്ക്. എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ മുന്നേ ഇതിലോട്ട് ഇറങ്ങേണ്ടതായിരുന്നു. ഇതിനുള്ള സ്ലിങ്ങും ഇതിന് കൂടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഇതിന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. ഞാനത് ആദ്യം ചെക്ക് ചെയ്തിട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്തത്. സോ വർക്കായില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അടുത്തത് ആക്ച്വലി ഞാൻ ഈ ബാഗ് ഞാൻ അതിൽ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യാൻ നിന്നത്. പക്ഷെ ഓർഡർ ചെയ്ത് അതങ്ങ് വിപുലീകരിച്ചു. ഈ ബാഗ് നോക്കാം. നല്ല പാക്കേജിങ് അല്ലേ? ഇതൊക്കെ ഇതൊക്കെ 5 പൗണ്ട് എന്തോ ഉള്ളൂ ഈ ബാഗിന്. 5 പൗണ്ടില്ല, 4 point സംതിങ് എന്തോ ഉള്ളൂ. പക്ഷെ അതിന് നല്ല വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഞാൻ ക്രിസ്മസിന് ആക്ച്വലി എനിക്കൊരു ബാഗ് വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടിലെ ഭയങ്കര ക്രിസ്മസ് ലുക്ക് കൊള്ളാട്ടോ. ആക്ച്വലി ഇതിൽ ലോക്കെല്ലാം കൊള്ളാം. ഇതിനും ഒരു സ്ലിങ് ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഉണ്ട്. സോ സ്വീറ്റ്. ഇത് ഹാങ്ങിങ്സ് ആണെന്ന് തോന്നുന്നു. നല്ല സ്വീറ്റ് അല്ലേ? ഓയോടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ കുറച്ചും കൂടെ മുന്നേ ടെമ്പിലോട്ട് ഇറങ്ങേണ്ടതായിരുന്നു, തെറ്റുപറ്റി. നെക്സ്റ്റ് ഇത് ആക്ച്വലി ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഒടുക്കത്തെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇത് ക്യാപ്പാണ് കേട്ടോ. ഇവിടുത്തെ കൊടും തണുപ്പുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട്
ഞാൻ കണ്ടെത്തിയ ടൂളാണിത് ഗൈസ്. നാളെ തൊട്ട് ഇനി ഞാൻ ഇവനെ ഉണ്ടാവും നടക്കാം. ഇനി എൻ്റെ കണ്ണ് മാത്രമേ കാണത്തുള്ളൂ. ഇവിടുത്തെ വൃത്തികെട്ട തണുപ്പ് കാരണം എനിക്കിപ്പോൾ ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിടപ്പിലാവണേക്കാളും മുന്നേ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാം ഗൈസ്. അപ്പം ഞാൻ ഇതിടാന്ന് വിചാരിച്ചു. കൊള്ളാലേ, ക്യൂട്ട്, ഒരു കുഞ്ഞി കരടി കുട്ടിയെ പോലെ ഉണ്ട്. ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഗ്രോസറി ഓർഗനൈസ് ചെയ്യണത്. ഞാൻ ഗ്രോസറി മേടിക്കുന്ന ദിവസം തന്നെ എല്ലാം കട്ട് ചെയ്ത് മറ്റേ ഇനി കറിയിലോട്ട് അങ്ങ് ഇട്ടാൽ മതി. ആ പാകത്തിന് ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കി ബോക്സസിലാക്കിയിട്ടാണ് ഫ്രീസറിൽ വെച്ചിരുന്നത്. പക്ഷെ അപ്പോൾ കുറേ ബോക്സസ് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കുറവായതുകൊണ്ട് നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കുറച്ച് സിപ്പ് ലോക്ക് കവർ മേടിച്ചു. ഇതിലിട്ട് വയ്ക്കാം. അപ്പോൾ കുറേ സ്ഥലം ഉണ്ടാവും. ഇവിടെ UK അബ്രോഡ് ക്ഷയിക്കുന്ന വരും. ഇങ്ങനെ അബ്രോഡിലൊക്കെ നിൽക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇതൊരു ഞാൻ ഇടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു മേടിച്ചു. അതാണ് ഉണ്ടായത്. ഞാൻ വിചാരിച്ചു ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ്, ഒറ്റ ഇതാണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഇത് 1 by 1 ആയിട്ടാണ്. കൊള്ളാം. നമുക്ക് 1 കൂടാം, 5 കൂടാം. എങ്ങനെ വേണില്ല. പഴയ ഒരു സ്റ്റൈലാണ്. പണ്ട് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പോൾ എവിടെ പോയെന്തോ എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു മേടിച്ചു. നൈറ്റ് വെയർ ആണ് ഗൈസ്. ഇത് ഭയങ്കര ചീപ്പാട്ടോ. 3 pounds ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 pounds വർത്താണോ നോക്കാം. ബ്ലാക്ക് ഷർട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നൊരു പജാമ പാൻസ് കേട്ടോ. ഞാനിപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത് നെക്സ്റ്റ് ഇത് ഞാൻ മേടിക്കണോ വേണ്ടയോ എന്നൊരു 10-100 വട്ടം ആലോചിച്ച് മേടിച്ചാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് വലിയ ബാഗ് വേണം ഗൈസ്. കാരണം ഞാൻ പുറത്ത് പോകുമ്പോൾ ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് പോകുന്നത്. എനിക്ക് ആ കുട ഇടണം, പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ മോയ്സ്ചറൈസർ, ഇതെല്ലാം കൊണ്ടുപോകണം. പിന്നെ എനിക്ക് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാലാണ് ഞാൻ പുറത്ത് പോയി എന്തെങ്കിലും മേടിക്കും. എന്താണ് ജന്മനുള്ള സുഖം തോന്നുന്നത്. അപ്പോൾ ഇത് കുഞ്ഞി ബാഗാണ്, ഇത് ശരിക്കും മറ്റേ ഈ വിൻ്റർ കോട്ട്, എൻ്റെ ബ്ലാക്ക് വിൻ്റർ കോട്ടിൻ്റെ കൂടെ ശരിക്കും ബ്ലെൻഡായി പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാലേ, വെരി ക്യൂട്ട്, സോ ക്യൂട്ട്. ഇതിന് സ്ട്രിങ് ഉണ്ട് കേട്ടോ. സ്ട്രിങ് ഡ്രൈസ് സോ ക്യൂട്ടല്ലേ. നൈസ്. നെക്സ്റ്റ് വൺ ഇതൊരു ബോട്ടിലാണ് ഗൈസ്. വെള്ളം മുക്കിപ്പിക്കില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും കുറേ കുഞ്ഞ് ബാഗ് മേടിക്കില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ബോട്ടിൽ മേടിക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഉള്ള ബോട്ടിൽ വലിയ ബോട്ടിലാണ്. ബോട്ടിൽ കൊള്ളാം. ബോട്ടിൽ ഒക്കെ ഇതൊന്ന് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഗൈസ്. നല്ല ചീപ്പ്. ഇത് ലീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ലീക്കാകത്തില്ല, നല്ല ടൈറ്റായിട്ടിരുന്നു. നെക്സ്റ്റ് വൺ ഇതും ഒരു ബാഗാണ് ഗൈസ്. ഞാൻ മെയിനായിട്ട് ഒരു ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. പക്ഷേ മേടിച്ചു വന്നപ്പോൾ ഇത്രയും ബാഗിനെ മേടിച്ചു. ഇതൊരു വെരി നോർമൽ ബ്ലാക്ക് ഹാൻഡ് ബാഗ്. ഇതിന് സ്ട്രിങ് ഉണ്ട് തോന്നുന്നു കേട്ടോ. ഉണ്ട് ഗൈസ്. ബ്ലാക്ക് എപ്പോഴും ഒരു സേഫ് ഓപ്ഷനാണ്. നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. സോ ഞാൻ ബ്ലാക്കും മേടിച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ ബാഗ് വേണം. അപ്പം ഞാൻ നോക്കി ഞാൻ വിചാരിച്ചത്ര വലുതുണ്ട്. പക്ഷെ ഭയങ്കര വലുത് വരുമ്പോൾ ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഏജായ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബാഗ് പോലെ. ഞാൻ എന്തായാലും ഇത് കാണിച്ചു. അത്യാവശ്യം വലിയ ബാഗാണ് ഗൈസ്. ഞാൻ നോക്കി തന്നെ മേടിച്ചു. എനിക്ക് ഒരെണ്ണമെങ്കിലും
ഇച്ചിരി വലുപ്പമുള്ളത് വേണമെന്നുണ്ടായിരുന്നു. കൊള്ളാലേ, നല്ല സോഫ്റ്റ്. ഇതിൻ്റെ സിബുണ്ട്. ഒരിക്കലും നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും സിപ്പില്ലാത്ത ബാഗ് മേടിക്കരുത്. റോബറി ഒന്നും ഇവിടെ ഒരു ഇത്തിരിയേ അല്ല, കാരണം അത്രയും റോബറി നടക്കുന്നുണ്ട്. ഞാൻ എല്ലാ ബാഗും സിബ് നോക്കിയിട്ടാണ് മേടിച്ചത്. എനിക്ക് ടോട്ട് ബാഗ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നല്ല ടോട്ട് ബാഗ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, അതും ഭയങ്കര ചീപ്പായിട്ട്. പക്ഷേ കാര്യമില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. വയസ്സ് ഇവിടെ എപ്പോഴും അടിച്ചുകൊണ്ട് പോകാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സിമ്പിളത് നോക്കി മേടിച്ചു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വയസ്സ്. ഇതാവും മിക്കവാറും ഇനി ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോണത്. ഈ നെക്സ്റ്റ് വൺ ഇതൊരു ബോക്സ് ആണ് ഗൈസ്. സ്പൈസസ് ഇട്ട് വെക്കാനായിട്ട് ബിരിയാണി മന്തിയൊക്കെ എൻ്റെ മെയിൻ ഡിഷസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി സ്പൈസസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എൻ്റെ ജ്വല്ലറീസൊക്കെ ഇട്ട് വെക്കാൻ മേടിച്ചാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഞാൻ കുറച്ചും കൂടെ വലുതായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. ഇതെന്നെ നിരാശപ്പെടുത്തി വിഷമമായി നോക്കണ്ടായി. ഇതെന്നെ സെഡാക്കി ഗൈസ്. ഞാൻ കുറച്ചും കൂടെ വലുതായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. കുഴപ്പമില്ല. ഇതിൽ നമുക്ക് ചെയിന്, ഇതിൽ റിങ്സും ഇട്ട് വെക്കാം. പിന്നെ ഇതിൽ മേലൊരു ഇതുമുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയിൻസും എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. പക്ഷെ ഇത് ഭയങ്കര ചെറുതായിട്ട് കിട്ടും. ഇത് മാത്രമാണ് എനിക്ക് വിഷമമായത് ഗൈസ്. കുഞ്ഞാക്കി ഇതും ഒരു വിന്റർ വെയർ ആണ്. ഇതെന്തായാലും വേണം. അപ്പം എനിക്കിപ്പോൾ ഭയങ്കര ത്രോട്ട് പെയിൻ ആണ്. ഭയങ്കരമായിട്ട് തണുപ്പടിച്ചിട്ട് നമ്മളെ കഴുത്ത് എപ്പോഴും നമ്മൾ കവേർഡായിട്ട് വെക്കണം. അപ്പോൾ അതോ ഇതിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഇട്ട് കാണിക്കില്ല, എൻ്റെ മുടിയൊക്കെ നാശമായിപ്പോൾ. ഇതെന്തായിരുന്നു? ഇത് ബ്രഷാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇത് സ്പെക്സ് ആണെന്നല്ല. സ്പെക്സ് അല്ല ഗൈസ്, ഇത് ബ്രഷ്. ഗൈസ് ഇതൊക്കെ 1 പൗണ്ട് ഉള്ളൂ ഗൈസ്. 1 പൗണ്ടിന് എനിക്ക് ഇത്രയും ബ്രഷ് കിട്ടി. ലോട്ട്സ് ഓഫ്. പിന്നെ ഇതും അതുപോലെ ഞാൻ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം മേടിച്ചാണ്. ഞാൻ വിചാരിച്ചത് മേടിച്ചാൽ വേസ്റ്റ് ആവുക, ഞാൻ യൂസ് ചെയ്യും. ശരിക്കും കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും. കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആവും. കുറച്ച് ക്യൂട്ട് ക്ലിപ്സ് ആണ്.
ഇങ്ങനത്തെ കുറേ ക്ലിപ്സ് ഉണ്ട് ഗൈസ്. അങ്ങനത്തെ ഇഷ്ടംപോലെ ക്ലിപ്സ് ഉണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഹെയർ ആക്സസറീസ്, ജ്വല്ലറീസ്, ഫ്രോക്സ് ഒക്കെ കിഡ്സിന് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഗൈസ്. പിന്നെ ടോയ്സ് എല്ലാം ഉണ്ട്. സോ ചെക്ക് ഔട്ട് ഗൈസ്. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉള്ളത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഐലാഷസ് വരെ കുഴിഞ്ഞു പോവാണ് ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് വിഷമൊക്കെ വരിക. ഐലാഷസ് ഉള്ള നാട്ടുകാരിലൊക്കെ വിചാരിച്ചോണ്ട് കുറച്ച് ഐലാഷസ് ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ തുറന്നു പിടിച്ചു. ഇത് ഞാനൊരു ഡെക്കോറായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ മിററിൻ്റെ ചുറ്റും വെക്കാനായിട്ട്. ഇതിൽ ലൈറ്റും ഉണ്ട്. ഇതിപ്പോൾ കുറേ പേര് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ട്രെൻഡ് കഴിഞ്ഞു, അടുത്ത ട്രെൻഡ് വരാറായി തോന്നിട്ട്. ഞാൻ ട്രെൻഡ് കഴിയുമ്പോഴാണ് മേടിക്കുന്നത്. ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. ബാറ്ററി ഇല്ല കേട്ടോ, പക്ഷെ ബാറ്ററി നമ്മൾ തന്നെ ഇടണം. ഞാൻ നിവർത്തല്ലേ നോക്കി പൊട്ടി പോകുന്നത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ക്യൂട്ട് ഇയറിംഗ് ആണ്. ജ്വല്ലറി ഇതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ കളർ പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജ്വല്ലറീസൊക്കെ നിങ്ങൾ നോക്കി മേടിക്കുക. പക്ഷെ ഇതൊക്കെ ഇതൊക്കെ 40 pence ഉള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആണ്. 1-2 ടൈമൊക്കെ യൂസ് ചെയ്യണമല്ലോ വെച്ചെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മേടിക്കാവും നല്ലത്. നെക്സ്റ്റ് വൺ ഈസ് ഈ പാസല്ല അവസാനത്തെയാണ് കേട്ടോ ഗൈസ്. ഇത് This is a very nice pendant guys. പക്ഷെ ഇത് പെട്ടെന്ന് കളർ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഇടാം. കഴിഞ്ഞില്ല ഗൈസ്, ഇനി ഒരു കുഞ്ഞു പാക്കറ്റ് കൂടെ എടുക്കാം. ഇത് റേസറാണ് ഗൈസ്. ഇത് ഒരുവിധം ഗേൾസിനൊക്കെ അറിയുണ്ടാവും. ഇത് റേസറാണ് ഗൈസ്. ഞാൻ പ്രത്യേകിച്ച് തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ബ്ലൂ, ഒരു പിങ്ക്, ഒരു യെല്ലോ, 3 റേസർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസ് കണ്ടിട്ട് മേടിച്ചതാണ്. നമ്മൾ ഫിംഗർ ബ്രഷ്. അപ്പോൾ എനിക്കൊക്കെ ചില ക്രീംസും കാര്യങ്ങളൊക്കെ മറ്റേ ബ്രഷ് വെച്ചിട്ട് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് തന്നെ ഇട്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനൊരു റീപ്ലേസ്മെൻറ്റ് ഫിംഗർ ബ്രഷ്. ഇത് ഫിംഗർ വെച്ചിട്ടുണ്ടോ എന്ത് വേണേലും ലിപ്സ്റ്റിക്, ഐ ഷാഡോ, ഫൗണ്ടേഷൻ എന്തായാലും കൊള്ളാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. സോ നമ്മുടെ ഹോൾ ഇവിടെ ഖതം ഹോ ഗയാ ഹെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടു, ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.